ഞാൻ 10ൽ പഠിക്കുന്ന കുട്ടിയാണ്. സാർ, ഈ മെസ്സേജ് കാണോ എന്നൊന്നും എനിക്കറിയില്ല. പബ്ലിക് എക്സാം അടുത്തെത്തി. ഞാൻ പഠിച്ച് തീർക്കാൻ ശ്രമിക്കും, പക്ഷേ തീരുമോ ഇല്ലയോ എന്നോർത്ത് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന വഴി സൂയിസൈഡാണ്. എനിക്കിത് സാറിനോട് പറയണമെന്ന് തോന്നി. ഞാൻ സൂയിസൈഡിന് വേണ്ടി പ്ലാൻ വരെ ചെയ്തു. ഫാനിൽ സാരി കെട്ടി. പക്ഷേ ആ സമയം എനിക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം തോന്നി. എന്താണെന്നറിയില്ല അങ്ങനെ തോന്നാൻ. ഹായ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ 2 ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളൊരു വീഡിയോ ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയും ആ കുട്ടി വീട്ടിൽ നിന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ രീതിയിലുള്ള മറ്റൊരു മെസ്സേജ് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി സൂയിസൈഡിനെ പറ്റി സംസാരിച്ചൊരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, 7ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ടൂർ വിടാത്തതിന് ആത്മഹത്യ ചെയ്യുക, അതോടൊപ്പം തന്നെ ഗെയിം കളിക്കാൻ വിടാത്തതിന് ആത്മഹത്യ ചെയ്യുക, അങ്ങനെ സില്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. കേവലം 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുകയോ +2 ഫുൾ A+ നേടി അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടുകയോ ഒന്നും അല്ല നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇരിക്കുന്ന ഞാൻ പോലും 10ാം ക്ലാസ്സിലും +1ലും +2ലും പോലും ഫുൾ A+ വാങ്ങിയൊരു കുട്ടിയല്ല. എന്നിട്ടും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ വിജയത്തിൻ്റെ മന്ത്രം എന്ന് പറയുന്നത്. എൻ്റെ പറ്റുന്നിടത്തോളം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോഴും ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മക്കളെ, ആ മെസ്സേജ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഹലോ സാർ, ഞാൻ 10ൽ പഠിക്കുന്ന കുട്ടിയാണ്. സാർ, ഈ മെസ്സേജ് കാണോ എന്നൊന്നും എനിക്കറിയില്ല. പബ്ലിക് എക്സാം അടുത്തെത്തി. ഞാനാണെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഇനി പഠിച്ചാൽ തീരുമോ സാർ? ആ ഒരു ചോദ്യത്തിന് ഞാൻ ചെറിയൊരു മറുപടി തരാം. പല കുട്ടികൾക്കുള്ള സംശയമാണ്, സാർ ഞാൻ ഇനി പഠിച്ചാൽ തീരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് നിമിഷം മുതലാണോ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നത്, തീരുമോ എന്നുള്ളത് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഏത് നിമിഷം മുതലാണോ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ എത്രത്തോളം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും നോക്കുക, അത്രത്തോളം നിങ്ങൾക്ക് ശ്രമിക്കുക. അതിൽ ചിലപ്പോൾ ഫുൾ A+ കിട്ടിയേക്കാം, ചിലപ്പോൾ ഫുൾ A+ കിട്ടിയില്ല എന്ന് വെക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ഒരുപാട് കുട്ടികളുണ്ടല്ലേ, പല തരത്തിൽ കഴിവുള്ള ആളുകളുണ്ട്. ചില കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനറിയാം, ചില കുട്ടികൾക്ക് ചിലപ്പം നന്നായിട്ട് വരക്കാനറിയാം, ചിലപ്പോൾ ഒരു കഴിവില്ലാത്ത ഒരുപാട് കുട്ടികൾ എന്നെ പോലെ. ഞാൻ നന്നായിട്ട് പഠിക്കാറില്ല, എനിക്ക് പ്രത്യേകിച്ച് വലിയ കഴിവ് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കഴിവ് പോലുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഹാർഡ് വർക്കിലൂടെയാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എത്തുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടോ +1ൻ്റെ +2ൻ്റെ ഡിഗ്രീൻ്റെ റിസൾട്ടോ ഒന്നുമല്ല. നമ്മുടെ ഹാർഡ് വർക്കാണ് നമ്മുടെ ലൈഫിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേഗം മൈൻഡ് എന്താക്കാൻ നിൽക്കരുത്, നമ്മൾ വേഗം സൂയിസൈഡ് എന്ന് പറയുന്ന പോയിന്റിലേക്കൊന്നും കൊണ്ടുവരരുത്. അതിനുശേഷം കുട്ടി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ പഠിച്ച് തീർക്കാൻ ശ്രമിക്കും, പക്ഷേ തീരുമോ ഇല്ലയോ എന്നോർത്ത് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന വഴി സൂയിസൈഡാണ്. എനിക്കിത് സാറിനോട് പറയണമെന്ന് തോന്നി. ഞാൻ സൂയിസൈഡിന് വേണ്ടി പ്ലാൻ വരെ ചെയ്തു. ഫാനിൽ സാരി കെട്ടി. പക്ഷേ ആ സമയം എനിക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം തോന്നി. എന്താണെന്നറിയില്ല അങ്ങനെ തോന്നാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. മാക്സിമം നമ്മുടെ മനസ്സിനോട് പറയുക, ഞാൻ എന്ന് പറയുന്ന ഒരാൾ അടിപൊളിയാണ്, ഞാൻ എന്ന് പറയുന്ന ആൾക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, എൻ്റെ മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞിരിക്കുക. ഇതുപോലെ ചിന്തകൾ വരാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുടെ പ്രഷറാണ്. ഈ വീട്ടുകാർ നിങ്ങളെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് അമ്മ ഞാൻ പഠിക്കാം, അല്ലെ അമ്മ ഞാൻ പഠിക്കാം, എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുക. ഇനി ഇത് പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ കുട്ടിയെ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കരുത്. ഒരു കുട്ടി സ്വന്തം ഇഷ്ടത്തോടുകൂടി പഠിക്കുമ്പോഴാണ് അതിന് റിസൾട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം ഫ്രീ ആയിട്ട് കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മെൻ്റലി സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അറിയാവുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്, പല കുട്ടികളോടും ഇങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന പകരം നിനക്കൊണ്ടാകുമ്പോൾ നീ ശ്രമിക്കടാ, തീർച്ചയായിട്ടും നിനക്ക് റിസൾട്ട് കിട്ടും, എത്രയാണോ കിട്ടുന്നത് അത് കിട്ടട്ടെ, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പാരൻസും സംസാരിക്കേണ്ടത്. ഇനിയിപ്പോൾ ആ പാരൻസ് ആ രീതിയിൽ സംസാരിക്കാത്ത പാരൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ആ കാര്യത്തെ താൽക്കാലികമായിട്ട് നിങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകൊടുക്കുക. ഓക്കെ, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുക, നമുക്ക് റിസൾട്ട് കിട്ടുമോ നോക്കാം. ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്താക്കാൻ നിൽക്കേണ്ട, ടെൻഷൻ ആവാൻ നിൽക്കേണ്ട. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, 4ാം തീയതി ആയിട്ടും എൻ്റെ പഠിച്ച് കഴിയൂല എന്നാണെങ്കിൽ എനിക്ക് സൂയിസൈഡ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല സാർ. കാരണം 4ാം തീയതിയാണ് SSLC എക്സാം തുടങ്ങുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്.
എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? എനിക്ക് ഇത് സാറിനോട് മാത്രമേ പറയാൻ തോന്നിയുള്ളൂ. സാർ എന്നെ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. സാർ പ്ലീസ് റീപ്ലൈ. ഞാൻ എന്താ ചെയ്യാമെന്ന് പോലും പറയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ്. ഇതുപോലെ ഒരു പക്ഷേ സൂയിസൈഡ് എന്ന് പറയുന്ന ചിന്തയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. എനിക്ക് അത്ര വലിയ റിസൾട്ടൊന്നും കിട്ടാത്ത ഒരാളാണ് എന്ന് കരുതി ഞാൻ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. മാർക്കല്ല നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്, നമ്മുടെ ഹാർഡ് വർക്കാണ് നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ എത്ര റിസൾട്ടാണോ നിങ്ങൾ കിട്ടുന്നത് അതിൽ നിങ്ങൾ സന്തോഷവാനാവുക. പിന്നെ മാക്സിമം നമ്മൾ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. ഞാൻ എവിടെ ഒന്ന് വായിച്ച് കേട്ടിട്ടുണ്ട്, എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവാറുള്ളത്. എന്നാൽ നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ള ആളാണ്, ഫുൾ എ പ്ലസ് കിട്ടുക അല്ലെങ്കിൽ ടെൻഷനുള്ള ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുക എനിക്ക് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും, ചിലപ്പോൾ കിട്ടിയാലോ അല്ലേ, അങ്ങനെ തോന്നുക. അങ്ങനെ ടെൻഷനുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുക. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എ പ്ലസ് കിട്ടാൻ തന്നെ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.